ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്. അംബേദ്കർ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്യുന്നത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ്. അപ്പോ അംബേദ്കറിന്റെ ചരമവാർഷികം നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ മാസം 6-ാം തീയതിയാണ്. മഹാപരിനിർവാൺ ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ അംബേദ്കർ ജയന്തി എന്നാണത്? ഏപ്രിൽ മാസം 14-ാം തീയതിയാണ്. അപ്പൊ അംബേദ്കറിനോടുള്ള സ്മരണാർത്ഥം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ച മികച്ച മാധ്യമ റിപ്പോർട്ടുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് അംബേദ്കർ മാധ്യമ പുരസ്കാരം. 2020 ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 3 വിഭാഗങ്ങളിലായിട്ടാണ്. അച്ചടി മാധ്യമ വിഭാഗം, അതുപോലെ തന്നെ ദൃശ്യമാധ്യമ വിഭാഗം, അതുപോലെ ശ്രവ്യ മാധ്യമ വിഭാഗം. അച്ചടി മാധ്യമ വിഭാഗത്തിൽ 2020 അംബേദ്കർ മാധ്യമ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ R.K. ബിജുരാജിനാണ്. അദ്ദേഹം മാധ്യമം ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ലേഖനമായ ദളിത് കോളനികൾ 100 വർഷത്തിന്റെ ചരിത്രവും വർത്തമാനവും എന്ന ലേഖനത്തിലാണ് അദ്ദേഹത്തിന് 2020 അംബേദ്കർ മാധ്യമ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റിപ്പോർട്ടറായ ശ്രീ G.S. പ്രസാദ് കുമാറിനാണ്. അദ്ദേഹം മാതൃഭൂമി ചാനലിൽ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടായ അട്ടപ്പാടിയിലെ ശിശുരോധനം എന്ന റിപ്പോർട്ടിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ 2020 അംബേദ്കർ മാധ്യമ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ആയ മാറ്റുലി 90.4 FM-ൽ കുരങ്ങുപനി, അതുപോലെ തന്നെ പക്ഷിപ്പനി എന്നിവയെക്കുറിച്ച് ഗോത്രഭാഷയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അമൃത കെ ആണ്. അപ്പോൾ 2020 അംബേദ്കർ മാധ്യമ പുരസ്കാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 3 വിഭാഗങ്ങളിലായിട്ടായിരുന്നു 2020 അംബേദ്കർ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്തത്. അച്ചടി മാധ്യമ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മാധ്യമം ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടായ ദളിത് കോളനികൾ 100 വർഷത്തിന്റെ ചരിത്രവും വർത്തമാനവും എന്ന റിപ്പോർട്ടിലാണ്. അതുപോലെ തന്നെ ദൃശ്യമാധ്യമ വിഭാഗത്തിൽ അട്ടപ്പാടിയിലെ ശിശുരോധനം എന്ന റിപ്പോർട്ടിനാണ്, മാതൃഭൂമി ചാനലിൽ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിനാണ് മാധ്യമ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ മാറ്റുലി 90.4 FM-ൽ കുരങ്ങുപനി, അതുപോലെ തന്നെ പക്ഷിപ്പനി എന്നിവയെക്കുറിച്ച് ഗോത്രഭാഷയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിനാണ് അംബേദ്കർ മാധ്യമ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്യാമ്പയിനാണ്. ഇലക്ഷന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിനായിരുന്നു എന്റെ വോട്ട് എന്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പൊതുജനങ്ങളിലുണ്ടായ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുന്നതിനും വേണ്ടത്ര മുൻകരുതലുകൾ സർക്കാർ ഇതോടനുബന്ധിച്ച് എടുത്തിട്ടുള്ളതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് എന്റെ വോട്ട് എന്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. അപ്പോൾ പൊതുജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക അകറ്റുന്നതിനും അതുപോലെ തന്നെ പരമാവധി ആൾക്കാരെ വോട്ട് ചെയ്യുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിനുമായിട്ട്, അതുപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിട്ടുള്ള മുൻകരുതലുകൾ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുമായിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് എന്റെ വോട്ട് എന്റെ ഉത്തരവാദിത്വം എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്തെ പറ്റിയാണ്. 2020 ഡിസംബറിൽ സഹകരണ മേഖലയിലെ കേരളത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലായ സപ്ത നിലവിൽ വരുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. അപ്പോൾ സഹകരണ മേഖലയിലെ കേരളത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പേരാണ് സപ്ത. നിലവിൽ വരുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്താണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ ശ്രീ M.A. യൂസുഫ് അലിയെ പറ്റിയാണ്. 2020 ഡിസംബറിൽ പ്രവാസി ഭാരതീയ ദിവസ് സമ്മാൻ അവാർഡ് ജൂറിയിലേക്ക് നിയമിതനായ മലയാളി വ്യവസായിയാണ് ശ്രീ M.A. യൂസുഫ് അലി. അപ്പോൾ പ്രവാസി ഭാരതീയ ദിവസ് സമ്മാൻ അവാർഡ് ജൂറിയിലേക്ക് നിയമിതനായ മലയാളി വ്യവസായിയാണ് ശ്രീ M.A. യൂസുഫ് അലി. പ്രവാസി ഭാരതീയ ദിവസ് നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ജനുവരി മാസം 9-ാം തീയതിയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ പ്രമോദ് പിഷാരടിയെ പറ്റിയാണ്. ഫേസ്ബുക്ക് സ്ഥാപകനായ മാർക്ക് സക്കർബർഗും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഡോക്ടർ പ്രിസല്ല ചാനും ചേർന്ന് രൂപം നൽകിയ ഒരു ഇനിഷ്യേറ്റീവാണ് ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവ് എന്നുള്ളത്. അപ്പോൾ ഈ ഇനിഷ്യേറ്റീവിന്റെ ഗ്രാന്റ് ലഭിക്കുന്ന ആദ്യ മലയാളി ഗവേഷകനാണ് ഡോക്ടർ പ്രമോദ് പിഷാരടി. അപ്പോൾ മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ പ്രമോദ് പിഷാരടിക്ക് ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവിന്റെ ഗ്രാന്റ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഗ്രാന്റ് ലഭിക്കുന്ന ആദ്യ മലയാളി കൂടിയാണ് അദ്ദേഹം. എന്തിനാണ് അദ്ദേഹത്തിന് ഈ ഗ്രാന്റ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്ക അപചയ രോഗങ്ങൾ നേരത്തെ നിർണ്ണയിക്കാൻ നൂതന സ്കാനിംഗ് വിദ്യകൾ വികസിപ്പിക്കുന്നതിനാണ് അദ്ദേഹത്തിന് ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവിന്റെ ഗ്രാന്റ് ലഭിക്കുന്ന ആദ്യ മലയാളി ഗവേഷകനാണ് ഡോക്ടർ പ്രമോദ് പിഷാരടി. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് വേൾഡ് അത്ലറ്റിക്സ് അവാർഡ് 2020. വേൾഡ് അത്ലറ്റിക്സ് വിതരണം ചെയ്യുന്ന വേൾഡ് അത്ലറ്റിക്സ് അവാർഡ് 2020. ഇതിൽ വേൾഡ്
അത്ലറ്റ്സ് ഓഫ് ദി ഇയർ ആയിട്ട് 2020 തെരഞ്ഞെടുത്തിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ നിന്ന് സ്വീഡിഷ് പോൾ വോൾട്ട് താരം മോണ്ടോ ഡുപ്ലാന്റിസും അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ വെനിസ്വേലൻ ട്രിപ്പിൾ ജംപ് താരം യുലിമർ റോജാസുമാണ്. അപ്പോൾ വേൾഡ് അത്ലറ്റിക്സിന്റെ വേൾഡ് അത്ലറ്റ്സ് ഓഫ് ദി ഇയർ ടൈറ്റിൽ നേടിയിരിക്കുന്ന ആരൊക്കെയാണ്? പുരുഷ വിഭാഗത്തിൽ നിന്ന് മോണ്ടോ ഡുപ്ലാന്റിസും അതുപോലെ വനിതാ വിഭാഗത്തിൽ നിന്ന് യുലിമർ റോജാസുമാണ്. വേൾഡ് അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മൊണാക്കോയിലാണ്. നിലവിലെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കോ ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബംഗളൂരുവിനെ പറ്റിയാണ്. ഭിന്നലിംഗക്കാരായ കുട്ടികളുടെ സംരക്ഷണത്തിന് ചിൽഡ്രൻസ് ഹോം നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. അപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് ചിൽഡ്രൻസ് ഹോം നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഭിന്നലിംഗക്കാർക്കായിട്ട് നിർമ്മിക്കുന്ന അഭയകേന്ദ്രമാണ് ഗരിമ ഗൃഹം എന്നുള്ളത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ചുഴലിക്കാറ്റാണ് അർണബ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 2020 ഡിസംബറിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ചുഴലിക്കാറ്റാണ് അർണബ്. ഇതിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. അപ്പോൾ അർണബ് എന്ന് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. അങ്ങനെയാണെങ്കിൽ ബുറേവി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, മാലദ്വീപാണ്. അതുപോലെ നിവാർ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മണിപ്പൂർ സ്വദേശിനിയായ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം നാംഗോം ബാലാദേവിയെ പറ്റിയാണ്. പ്രൊഫഷണൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗ് മത്സരത്തിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് നാംഗോം ബാലാദേവി. അപ്പോൾ പ്രൊഫഷണൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗ് മത്സരത്തിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് നാംഗോം ബാലാദേവി. സ്കോട്ടിഷ് ഫുട്ബോൾ ക്ലബ്ബായ റേഞ്ചേഴ്സ് FC താരമാണ് നിലവിൽ. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുമായിട്ട് കരാർ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരവും ബാലാദേവിയാണ്. അപ്പോൾ പ്രൊഫഷണൽ യൂറോപ്യൻ ഫുട്ബോൾ ലീഗ് മത്സരത്തിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ബാലാദേവി. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുംബൈ സ്വദേശിയായ ജഹാൻ ദാരുവാലയെ പറ്റിയാണ്. ഫോർമുല 2 കാർ റേസിൽ വിജയം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ജഹാൻ ദാരുവാല. അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന സാക്കർ ഗ്രാൻഡ് പ്രിക്സിലാണ് അദ്ദേഹം വിജയം നേടിയിരിക്കുന്നത്. അപ്പോൾ ഫോർമുല 1 റേസ് അല്ല, ഫോർമുല 2 കാർ റേസിൽ വിജയം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ജഹാൻ ദാരുവാല. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1-2 ഇന്റർനാഷണൽ ന്യൂസ് ആണ്. അതിലൊന്നാണ് കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് ധനികർക്ക് മില്ലിയനേഴ്സ് ടാക്സ് എന്ന പേരിൽ പ്രത്യേക നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് അർജന്റീന. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായിട്ട് മില്ലിയനേഴ്സ് ടാക്സ് സമ്പന്നർക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തിയ രാജ്യം അർജന്റീനയാണ്. അർജന്റീനയുടെ തലസ്ഥാനം നമുക്കറിയാം ബ്യൂണോസ് ഐറസ് ആണ്. അർജന്റീനയുടെ കറൻസി പെസോയാണ്. അർജന്റീനയുടെ പ്രസിഡന്റ് ആൽബർട്ടോ ഫെർണാണ്ടസ് ആണ്. അപ്പോൾ COVID-19 മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് ധനികർക്ക് മില്ലിയനേഴ്സ് ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. കുവൈറ്റ്, അറബ് രാഷ്ട്രമായ കുവൈറ്റിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നിയമിതനായിരിക്കുകയാണ് ഷെയ്ഖ് സബ അൽ ഖാലത്ത് അൽ ഹാമദ് അൽ സബ. അപ്പോൾ കുവൈറ്റിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നിയമിതനായിരിക്കുന്നത് ആരാണ്? ഷെയ്ഖ് സബ അൽ ഖാലത്ത് അൽ ഹാമിദ് അൽ സബയാണ്. കുവൈറ്റിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം കുവൈറ്റ് സിറ്റിയാണ്. കുവൈറ്റിന്റെ കറൻസി കുവൈറ്റി ദിനാറാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് നിയമിതനാകുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജനാണ് ലോയിഡ് ഓസ്റ്റിൻ. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് നിയമിതനാകുന്നത് ആരാണ്? ജോ ബൈഡൻ ആണ്. വൈസ് പ്രസിഡന്റായിട്ട് നിയമിതയാകുന്നത് കമല ഹാരിസ് ആണ്. അപ്പോൾ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് നിയമിതനാകുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജനാണ് ലോയിഡ് ഓസ്റ്റിൻ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലണ്ടനെ പറ്റിയാണ്. 2020 ഡിസംബറിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറോടുള്ള ബഹുമാനാർത്ഥം മ്യൂസിയം നിലവിൽ വരുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറോടുള്ള ബഹുമാനാർത്ഥം മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ആണ്, ഒരു സൂചികയാണ്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് IIT ബോംബെയാണ്. ഈ ഇൻഡെക്സിന്റെ പേര് അർബൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നാണ്. ഈ ഇൻഡെക്സിൽ ഓവറാൾ വിഭാഗത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ നഗരമാണ് മുംബൈ എന്നുള്ളത്. വിമൻ ഫ്രണ്ട്ലി സിറ്റി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ചെന്നൈയാണ്. അപ്പോൾ സ്ത്രീ സൗഹാർദ്ദ നഗരമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ചെന്നൈയാണ്. ഓവറാൾ വിഭാഗത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ നഗരമാണ് മുംബൈ. അപ്പോൾ ഈ അർബൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന സൂചിക പ്രസിദ്ധീകരിക്കുന്നത് IIT ബോംബെയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കേന്ദ്ര സർക്കാർ ഏജൻസിയെ പറ്റിയാണ്. അതിന്റെ പേര് ഇൻവെസ്റ്റ് ഇന്ത്യ എന്നാണ്. ഇൻവെസ്റ്റ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്.
ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് യുഎൻസിടിഎഡിയുടെ യുണൈറ്റഡ് നേഷൻസ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അവാർഡ് 2020 ഡിസംബറിൽ അർഹമായിരിക്കുന്നത് ഇൻവെസ്റ്റ് ഇന്ത്യയ്ക്കാണ്. അപ്പോ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ യുണൈറ്റഡ് നേഷൻസ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അവാർഡിന് അർഹമായ കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് ഇൻവെസ്റ്റ് ഇന്ത്യ. യുഎൻസിടിഎഡിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്ര പോലീസിലെ സൈബർ വിഭാഗമായ മഹാരാഷ്ട്ര സൈബറിനെ പറ്റിയാണ്. കുട്ടികൾക്കെതിരെയുള്ള അശ്ലീല സൈബർ ആക്രമണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ പോലീസിന്റെ ക്രോളർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന മഹാരാഷ്ട്ര പോലീസ് സേനാ വിഭാഗമാണ് മഹാരാഷ്ട്ര സൈബർ. കുട്ടികൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ തടയുന്നതിന് മഹാരാഷ്ട്ര സൈബർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫേസ് എന്നുള്ളത്. അപ്പോ കുട്ടികൾക്കെതിരെയുള്ള അശ്ലീല സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായിട്ട് ഇന്റർപോളിന്റെ ക്രോളർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന പോലീസ് സേനാ വിഭാഗമാണ് മഹാരാഷ്ട്രയുടെ മഹാരാഷ്ട്ര സൈബർ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള WHO ഫൗണ്ടേഷന്റെ പ്രഥമ സിഇഒ ആയിട്ട് നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനാണ് അനിൽ സോണി. അപ്പോ WHO ഫൗണ്ടേഷന്റെ പ്രഥമ സിഇഒ ആയിട്ട് നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ ആരാണ്? അനിൽ സോണിയാണ്. WHOയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദനമാണ്. WHOയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അവാർഡാണ്, രവീന്ദ്രനാഥ് ടാഗോർ ലിറ്റററി പ്രൈസ്. ഈ അവാർഡിന് അർഹനായിരിക്കുന്നത് എഴുത്തുകാരനും അതുപോലെ തന്നെ ജേർണലിസ്റ്റുമായ രാജ് കമൽ ജോയ് ആണ്. അദ്ദേഹത്തിന്റെ നോവലായ ദ സിറ്റി ആൻഡ് ദ സീ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് 2020 രവീന്ദ്രനാഥ് ടാഗോർ ലിറ്റററി പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരനും ജേർണലിസ്റ്റുമായ രാജ് കമൽ ജോയ്ക്കാണ് 2020 രവീന്ദ്രനാഥ് ടാഗോർ ലിറ്റററി പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ പ്രൈസ് ഫോർ സോഷ്യൽ അച്ചീവ്മെന്റിന് അർഹരായവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറിയോഗ്രാഫറായ സന്ദീപ് സൊപാർക്കറും അതുപോലെ തന്നെ അന്തരിച്ച മുൻ ഒമാൻ സുൽത്താൻ ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഒമാൻ. അപ്പോ ഒമാനിലെ ജനതയും അതുപോലെ തന്നെ അന്തരിച്ച ഒമാൻ സുൽത്താനായ ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദും അതുപോലെ കൊറിയോഗ്രാഫറായ സന്ദീപ് സൊപാർക്കറിനുമാണ് രവീന്ദ്രനാഥ് ടാഗോർ പ്രൈസ് ഫോർ സോഷ്യൽ അച്ചീവ്മെന്റ് 2020 ലഭിച്ചിരിക്കുന്നത്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷനാണ്, ആരംഭിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് COVID-19 ടെസ്റ്റിംഗ് സെന്ററുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ഒരു COVID-19 ടെസ്റ്റിംഗ് സെന്റർ ഡിറ്റക്ഷൻ ആപ്പ്. ഇപ്പോൾ COVID-19 ടെസ്റ്റിംഗ് സെന്ററുകൾ അടുത്തുണ്ടെങ്കിൽ അത് ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് മേരാ കോവിഡ് കേന്ദ്ര എന്നുള്ളത്. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ യോഗി ആദിത്യനാഥാണ്. ഗവർണർ ശ്രീമതി ആനന്ദിബെൻ പട്ടേലാണ്. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ലക്നൌ ആണ്. അപ്പോൾ മേരാ കോവിഡ് കേന്ദ്ര എന്ന COVID-19 ടെസ്റ്റിംഗ് സെന്റർ ഡിറ്റക്ഷൻ ആപ്പ് ആരംഭിച്ചിരിക്കുന്ന ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രോവിൻസിലെ നിയമസഭാ സ്പീക്കറായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് രാജ് ചൌഹാൻ. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കാം, കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ നിയമസഭാ സ്പീക്കറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് രാജ് ചൌഹാൻ. കാനഡയുടെ തലസ്ഥാനം നമുക്കറിയാം ഒട്ടാവയാണ്. കാനഡയുടെ കറൻസി കനേഡിയൻ ഡോളറാണ്. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ്. അതിന്റെ പേര് ഐ മൊബൈൽ പേ എന്നാണ്. ആരംഭിച്ചിരിക്കുന്നത് ICICI ബാങ്കാണ്. അപ്പോൾ എല്ലാ ബാങ്കുകളുടെയും ഉപഭോക്താക്കൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് ICICI ബാങ്ക് ആരംഭിച്ച ഒരു മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് ഐ മൊബൈൽ പേ എന്നുള്ളത്. ICICI ബാങ്കിന്റെ ആസ്ഥാനം നമുക്കറിയാം മുംബൈയിലാണ്. നിലവിലെ CEO ശ്രീ സന്ദീപ് ബക്ഷിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ ഡേ ആണ്. എല്ലാ വർഷവും ഡിസംബർ മാസം 9 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അന്തർദേശീയ അഴിമതി വിരുദ്ധ ദിനം, ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ മാസം 9 തീയതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ആചരിക്കുന്നത്. 2020 പ്രമേയം റിക്കവർ വിത്ത് ഇന്റഗ്രിറ്റി എന്നാണ്. അപ്പോൾ ഈ പ്രമേയം ഒന്ന് ഓർമ്മിച്ചു വെച്ചിരിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഡിസംബർ മാസം 9 ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ രമേശ് പോഖ്രിയാൽ നിഷാങ്ക് റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ് പൈനിയർ ഓഫ് ഹ്യൂമാനിറ്റി മഹർഷി അരവിന്ദ് എന്നുള്ളത്. അപ്പോൾ പൈനിയർ ഓഫ് ഹ്യൂമാനിറ്റി മഹർഷി അരവിന്ദ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രമേശ് പോഖ്രിയാൽ നിഷാങ്ക് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിച്ചു ചെയ്യാൻ. അതുപോലെ അദ്ദേഹത്തിന്
2020 നവംബറിൽ വാതായൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആയിട്ട് ചോദിക്കുന്നത്. 2020 ഡിസംബറിൽ മണ്ണ് പരിപാലന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ സബ് ഓർഗനൈസേഷനായ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAOയുടെ ഇന്റർനാഷണൽ കിങ് ഭൂമി ബോൾ വേൾഡ് സോയിൽ ഡേ അവാർഡിന് അർഹമായ കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന കടലോര പ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റ് തടയുന്നതിനായിട്ട് തൃശൂർ ജില്ലയിൽ നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്ടിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. എന്താണ് ആ പദ്ധതിയുടെ പേര്? കോസ്റ്റൽ ഷെൽട്ടർ ബെൽറ്റ് പ്രോഗ്രാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.